ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്റെ ഫോണിൽ 2 ദിവസമായിട്ട് എടുത്ത് കാണാൻ തുടങ്ങിയിട്ട്, അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വാട്സപ്പിൽ നിരവധി അപ്ഡേറ്റുകൾ വരാറുണ്ട് അല്ലെ. അതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് ആദ്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിന് എന്താ ചെയ്യേണ്ടത്? ഒന്ന് പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറുക. പ്ലേ സ്റ്റോറിൽ നിന്ന് കയറിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ആണ് കാണിക്കുന്നത്. ഇവിടെ അപ്ഡേറ്റ് എന്ന് കാണിക്കും. ഇവിടെ ഞാൻ ഓൾറെഡി അപ്ഡേറ്റഡ് ആക്കിയത് കൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രൊഫൈൽ നമുക്ക് കാണാൻ സാധിക്കും. താഴെ ഇവിടെ കണ്ടില്ല അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നില്ല. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ സ്റ്റാറ്റസുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ആഡ് സ്റ്റാറ്റസ് കൊടുക്കാനുള്ള ഓപ്ഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണുന്നത്. ഇവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് സെലക്ട് ചെയ്യാം. അതിന്റെ മുകളിലുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ ഇതിന്റെ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഗാലറിയിലുള്ള ഏതെല്ലാം ഓപ്ഷൻസ് ആണോ എടുക്കേണ്ടത്, ഏതെല്ലാം ഫോട്ടോസ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനായി നമുക്ക് നമ്മുടെ പുതിയൊരു ലേ ഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ ലേ ഔട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇത് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് നമുക്ക് ഇതേപോലെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 6 ആണ് പറയുന്നത് അല്ലെ. 6 ഫോട്ടോസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കാണിച്ചു തരാം അത് എങ്ങനെയാണ്, അത് വന്നു കഴിഞ്ഞാൽ എത്ര സ്റ്റൈലായിട്ട് അത് കാണാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇവിടുന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു 6 ഫോട്ടോ സെലക്ട് ചെയ്യാണ്. 1 2 3 4 5 6 6 ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ കണ്ടില്ലേ ഇതിവിടെ ഈ രീതിയിൽ ഒരു കൊളാഷ് ഒക്കെ വന്നിരിക്കുന്ന പോലെയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്തിട്ട് ചെറിയ രീതിയിലൊക്കെ മൂവ് ചെയ്യാനൊക്കെ വേണ്ടി സാധിക്കും. ഇതേപോലെ നിങ്ങൾക്ക് ഇനി ഇതിന്റെ സ്റ്റൈലുകൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതായത് നിങ്ങൾക്ക് 6 എണ്ണം വേണ്ട, 4 എണ്ണം മതി, അല്ലെങ്കിൽ 2 എണ്ണം മതി, അങ്ങനെ 3 എണ്ണം മതി, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും താഴെയായിട്ടുള്ള ഓപ്ഷൻ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യേണ്ടത് ആ രീതിയിൽ. ഇപ്പൊ 2 എണ്ണാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 രീതിയിലാണെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അതിനുശേഷം നിങ്ങൾക്ക് ഇത് ആ ഒരു ഇമേജിന്റെ മേലെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ പൊസിഷനൊക്കെ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ ചേഞ്ച് ചെയ്യാനും സാധിക്കും. കണ്ടില്ലേ ഞാൻ ഇവിടെ മാറ്റുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് വിരൽ വെച്ചിട്ടൊന്ന് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കും. അപ്പൊ ഇതേപോലുള്ള ഫോട്ടോസ് ഒക്കെ, അതായത് നിങ്ങളുടെ ഫാമിലി ഫോട്ടോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ എടുക്കുന്ന ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇനി മുതൽ കണ്ടില്ലേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്താണോ കാര്യം എന്നുള്ളത് നമുക്ക് ഇവിടെ ടൈപ്പ്. ഞാൻ ഇവിടെ മദേഴ്സ് ലവ് എന്നുള്ള ഒരു ഓപ്ഷനാണ്, ഒരു കണ്ടന്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ടാഗ് കൊടുത്തു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ആ ഒരു ഏരോ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ സ്റ്റാറ്റസിലേക്ക് പോകുന്നുണ്ട് അല്ലെ. ഇനി നമ്മുടെ സ്റ്റാറ്റസ് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് കാണാന്നുള്ളത് കൂടി നോക്കി വെക്കാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അടിപൊളിയായിട്ട് കണ്ടില്ലേ. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ രീതിയിലാണ് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാവരും നിങ്ങളുടെ ഫോണിൽ വാട്സാപ്പിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കമന്റ്